ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഡേ 24 ആണ്. നമ്മൾ ഇന്ന് വാരണാസി ഇന്ന് കുറച്ച് കറങ്ങാനും പിന്നെ കുറച്ചധികം ടെമ്പിൾസിലൊക്കെ പോകാണ്ട്. അപ്പോൾ പൂണാക്കി ബാക്കി വിശേഷം കാണാം. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ് നമ്മളിത് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഊബർ വരാൻ വേണ്ടിയിട്ട് ഞാനിനി പൂണാക്കി ബൈക്ക് കാണാം. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആദിശങ്കരം മഠം അവിടെ എത്തിയിട്ടാ. ഇനി കണ്ടോ, ഇനി ഇവിടുന്ന് അടുത്ത ലൊക്കേഷനായി പോവാ. ഇതാണ് ഇവിടുത്തെ കാമാഖ്യ ദേവി ടെമ്പിൾ കേട്ടോ. എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് ഞാനൊരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആസ്ട്രോളജി ഹീലിംഗ് പൂജകൾ കാര്യങ്ങളൊക്കെയുണ്ട്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇത് പല രൂപത്തിലും ഇത് മാറിയിട്ട് ഇവർ വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യും, ഒരു എനർജി ആയിട്ട്. അങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് പറഞ്ഞു ഒരു 7 ദിവസം വ്രതം എടുത്തിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥന ചെയ്ത് മെഡിറ്റേഷൻ സാധനം അന്വേഷിച്ച് 9ാമത്തെ ദിവസം ആരാണത് ചെയ്യുന്നതെന്നുള്ളത് ഇവിടുത്തെ ഗോശാല കേട്ടോ. പാവപ്പെട്ട 2 പേരാണ് ഇതിനെ നോക്കുന്നത്. ഒരു ദുർഗാ ടെമ്പിളിലേ പോവാണ്. അവിടെ ഫോണ് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അതേപോലെ പൂവൊക്കെ മേടിച്ച് വേണം പോകാനായിട്ട്. കൈയൊക്കെ കഴുകിയിട്ട് വേണം പൂവ് മേടിക്കാനായിട്ട്. അപ്പൊ നമ്മളിത് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഒരു കുറച്ചുകൂടി ടെമ്പിൾ വിസിറ്റ് ചെയ്യണ്ട നമുക്ക്. ഇപ്പൊ നേരെ അവിടേക്കുള്ള പോക്കാണ്. വിശ്വ ടെമ്പിൾ, അങ്ങനെ കുറച്ച് ടെമ്പിൾ കൂടി കാണാണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് ആരതി കാണാൻ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള പോക്കാണ്. ഇതൊരു ഗണപതി ടെമ്പിൾ. ആ ടെമ്പിൾ കാണാൻ വേണ്ടി നമ്മൾ കയറാണ്. ബാക്കി കേട്ടണം. കണ്ട ഇവിടുത്തെ കടകളിലെ ഫ്രണ്ടൊക്കെ നനച്ചതുണ്ട്. തണവ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായ കുടിച്ചിട്ട് ഇനി ബാക്കി വിശേഷം ചായ കുടിക്കാൻ വേണ്ടിയതാണ്. ഇഞ്ചി കിട്ടി. നാട്ടു റോട്ടിൽ നിന്ന് ഡ്രസ്സ് മാറുന്ന സുനി സൂര്യ. നമ്മളാ ചെറിയ വഴിയിൽ എത്തിയിട്ട് ഒരു വലിയ സ്ഥലത്ത് കാണാം. വലിയൊരു ടൗണ് പോലത്തെ ഏരിയ. അപ്പൊ നമ്മളൊരു ഉപ്പ് സോഡ കുടിക്കാൻ നിർത്തിയത്. സോഡ കുടിക്കാൻ. എന്താണ് ദശാശ്മി ഹാട്ട്? ദശാശ്മി ഹാട്ടാണ്. ആക്ച്വലി ഇവിടെയായിരുന്നു ആദ്യമൊക്കെ ആരതി ഉണ്ടായിരുന്നത്. എല്ലാവരും ആരതി കാണാൻ ഇവിടെയായിരുന്നു ഒത്തുകൂടിയത്. ഇപ്പോ വിശ്വനാഥ ടെമ്പിളിന്റെ അവിടെ ആരതി സജ്ജീകരണങ്ങൾ വിപുലമായ രീതിയിലുണ്ട്. ഇവിടെ തിരക്ക് കുറവാണ്. ഇതാണ് മെയിൻ സ്ഥലമായിരുന്നത് ആശില. ഇതാണ് നമ്മുടെ പോണ ചെറിയ ചെറിയ വഴികൾ ചൂസ് ചെയ്ത് നമുക്ക് പോകുന്നത്. ഷോർട്ട് കട്ട്സ് മെയിനായിട്ട് ഈ പോണക്ക് പോണ കണ്ട. അങ്ങനെ കുറെ ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പറഞ്ഞാൽ അത്ര അധികം കണ്ടോ. കുറേ അധികം ഇങ്ങനത്തെ ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ അന്നപൂർണേശ്വരി അപ്പോൾ ആദ്യമായിട്ട് പ്രതിഷ്ഠപ്പെട്ട സ്ഥലം കേട്ടോ.
ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് വന്നിട്ട് वैशाली घाट साइड में पेड़ घाट है। समी ये घाट का नाम क्या है? घाट का नाम ये लिखा हुआ तेलुगु में लिखा हुआ है ना। तेलुगु में नहीं आते नाम को। क्या स्वामी घाट का? घाट का नाम मीर घाट। मीर घाट। हाँ मीर घाट। मीर घाट लिखा हुआ ऊपर। എന്താ നമ്മുടെ അന്നപൂർണേശ്വരിയുടെ രൂപം ഇതാട്ടാ ഇവിടുത്തെ പ്രതിഷ്ഠ 20 കൈയുള്ള അന്നപൂർണേശ്വരി. വിശാലാക്ഷി ദേവി ടെമ്പിളാണ് ഇതാണ് ടെമ്പിളിൽ പഠിക്കുന്ന ഗേറ്റ് കണ്ടതാണ്. നമ്മുടെ കാട്ട് അടിപൊളി പൊടിക്കാറ്റാണ് വീശുന്നത്. അടിപൊളി പൊടിക്കാറ്റാണ്. അടിപൊളി പൊടിക്കാറ്റ്. ഭയങ്കര കാറ്റോടെ. കാറ്റത്ത് പോണ പൊടികളാണ് മൊത്തം അവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ വാരണാസിയിലെ നമ്മുടെ ആരതി നടക്കുന്ന സ്ഥലമാണ്. ബോട്ട് സവാരി വെച്ചാൽ നമുക്ക് ആ ബോട്ടിൽ നിന്നിട്ട് നമുക്ക് നടക്കത്തൊക്കെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ നമുക്കൊരു കടല് പോലെ അവിടെ ഭയങ്കര പൊടിക്കാറ്റാണ്. ഭയങ്കര കാറ്റവിടെ നടക്കണേ. എവിടെയാട്ടോ നമ്മൾ ആരതി നടക്കുന്നത്. അപ്പൊ നമ്മളൊരു ബോട്ട് എടുത്തു. ബോട്ടിന്റെ മുകളില് എന്റെ അടുത്ത് ഞാൻ കൂട്ടറിന് നൈസായിട്ട് ഫ്രണ്ട് സീറ്റിനെ പിടിച്ചു. ഇവിടെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോകണ്ട ബോട്ടില്. ബോട്ടല്ല കപ്പലിലൊക്കെയാണ് കൊണ്ടുപോകണ്ട.
അപ്പൊ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ തുടങ്ങിട്ടാ. ഇനി നമുക്ക് ഓരോ ഘാട്ടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. മൊത്തം ഒരു 45 ഘാട്ട് കാണിക്കാന്നൊക്കെ കണ്ടിട്ട് എന്തായാലും കൂണ വഴിക്ക് നമുക്ക് ബാക്കി വിശേഷം കാണാം. പിന്നെ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ആരതി നടക്കട്ടാ. ഇതാണെങ്കിൽ ഇതേപോലത്തെ വേറൊരു ആരതി നടക്കണട്ടോ. നമ്മള് കണ്ടില്ലേ അതേപോലത്തെ വേറൊരു ആരതിയാണ് അവിടെ. 2 എണ്ണമായിട്ട് നടക്കണവിടെ. ഞാൻ കൂടിയതായിട്ട് ഈ കാണുന്നതാട്ടോ നമ്മുടെ ഹസി ഘാട്ട് കണ്ട്. ഇവിടെ ഉണ്ട് കുറെ ആരതികളൊക്കെ നടന്ന സ്ഥലം. പിന്നെ അവിടെ ഉണ്ടോ നമ്മുടെ യന്ത്രവിഞ്ഞാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേണ്ടവർ കൂടെ ഇറങ്ങിയിട്ടൊന്ന് കണ്ടിട്ടൊക്കെ പോവാം. അതിലൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാൻ അങ്ങനെ പോവാം. മനസ്സിലായോ? നമ്മുടെ നന്ദിയുടെ ടെമ്പിളാട്ടോ അത്. ഈ കാണുന്നത് പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് വരുന്നത്. തൊഴുതിറങ്ങി അങ്ങനെ പോവാം.